ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിന് കീഴിലുള്ള ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ 12 ജില്ലകളിലൂടെ കടന്നു പോകുന്ന യു.പിയിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ ആണ് 594 കിലോമീറ്റർ നീളമുള്ള ഗംഗ എക്സ്പ്രസ് വേ. ഉത്തർപ്രദേശിന്റെ ഒരു ജീവനാഡിയാണ് ഈ കാണുന്ന ഗംഗ എക്സ്പ്രസ് വേ. വെൽക്കം ടു ഗംഗ എക്സ്പ്രസ് വേ. ഗംഗ എക്സ്പ്രസ് വേ ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്ന് തുടങ്ങി പ്രയാഗ്രാജ് വരെ സഞ്ചരിക്കാൻ പറ്റുന്ന 594 കിലോമീറ്റർ നീളമുള്ള നമ്മുടെ രാജ്യത്തെ തന്നെ ഇപ്പം നിലവിലെ ഏറ്റവും നീളം കൂടിയ ഒരു സംസ്ഥാനത്തെ എക്സ്പ്രസ് വേ ആണ് ഗംഗ എക്സ്പ്രസ് വേ. യു.പിയുടെ ആദ്യത്തെ ജീവനാഡിയായിരുന്നു ഗംഗ നദി. ആ ഒരു സ്ഥാനത്തേക്കാണ് ഗംഗ എക്സ്പ്രസ് വേ വന്നിരിക്കുന്നത്. 12 ജില്ലകളുടെയാണ് ഈ ഒരു ഹൈവേ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഇതിന് ജീവനാഡി എന്ന് പറയുന്നത്. ഇത് വെറും ഒരു എക്സ്പ്രസ് വേ അല്ല. 36,230 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഒരു എക്സ്പ്രസ് വേക്ക് ചാരത്ത്, അതായത് ഇതിനോട് ചേർന്നിട്ട് 12 മാനുഫാക്ചറിങ് ക്ലസ്റ്റർ അങ്ങനത്തെ സംഭവങ്ങളും വരുന്നുണ്ട്. 3 ലക്ഷത്തിലധികം ആളുകൾക്ക് നേരിട്ട് തൊഴിൽ സാധ്യത ലഭിക്കുന്ന ഒരു പ്രോജക്റ്റാണ് ഈ ഒരു എക്സ്പ്രസ് വേയുടെ ഭാഗമായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ വെറും റോഡ് മാത്രമല്ല, ഒരു എക്കണോമിക് കോറിഡോർ കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഗംഗ എക്സ്പ്രസ് വേ. ഇത് ഞാൻ പോയി ഷൂട്ട് ചെയ്തതല്ല, നമുക്ക് നമ്മുടെ ഈ ഒരു ഭാഗത്തുള്ള ഒരു സുഹൃത്ത് അയച്ചെന്നാണ്. നമുക്ക് ഈ ഭാഗത്തേക്കൊക്കെ പോയി ഈ ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ചിലവാണ്, അതുകൊണ്ട് നമ്മൾ പോയിട്ടില്ല. 2635 ഹെക്ടറിലാണ് ഞാൻ പറഞ്ഞ ഒരു 12 ക്ലസ്റ്റർ വരുന്നത് കേട്ടോ. ഇതിനോടൊപ്പം തന്നെ ഇപ്പൊ ഈ ഒരു ഹൈവേ ഈ ഒരു കോലമായപ്പോൾ തന്നെ 47,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഈ ഒരു സ്ഥലത്തൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ യു.പിയുടെ തലവര മാറാൻ പോകുന്നൊരു റോഡാണിത്. പിന്നെ ഇത് BOT മാതൃകയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. അതായത് സ്ഥലം ഏറ്റെടുക്കുന്ന ചെലവ് മാത്രമാണ് യു.പി സർക്കാരിന് ബാധകമുള്ളൂ. ബാക്കി നിർമ്മാണ ചെലവെല്ലാം പ്രൈവറ്റ് കമ്പനിയാണ്. 1800 രൂപയാണ് ഒരു LMV വാഹനം ഈ ഒരു ഹൈവേ പൂർണ്ണമായും സഞ്ചരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടോൾ നിരക്ക്. ഈ കാറിനാണ്, LMV വണ്ടിക്കാണ് 1800 രൂപ കേട്ടോ. അതായത് മീററ്റിൽ നിന്ന് പ്രയാഗ്രാജ് വരെ 594 കിലോമീറ്റർ സഞ്ചരിക്കാനുള്ള ടോൾ നിരക്കാണ്. ടോൾ പാസിന്റെ ഒക്കെ ഡിസൈൻ കണ്ടെങ്കിൽ എന്തായാലും നേരിട്ട് പോകാത്തതുകൊണ്ട് നമുക്കിത് ഏതൊക്കെ ലൊക്കേഷനിലാണ് വന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല. നേരിട്ട് ഇതിലൂടെ സഞ്ചരിക്കണം. ബൈ റോഡ് സഞ്ചരിച്ചാലാണ് ഇന്റർചേഞ്ചുകളും അതേപോലെ റെസ്റ്റ് ഏരിയക്ക് ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളിയാണ്. നിങ്ങൾ ചിലപ്പോൾ ഇതിലൂടെ സഞ്ചരിച്ച ആളുകൾ ഉണ്ടാകും. ഏതായാലും സംഭവം ഉഷാറാണ്. റെസ്റ്റ് ഏരിയന്റെ ഒക്കെ മറ്റും റീലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. എന്താ സെറ്റപ്പിലെ. അപ്പൊ ഭാവിയിൽ 8 വരി വരെ നീട്ടാൻ പറ്റാവുന്ന രീതിയിലാണ് ഇതിന്റെ സ്ഥലമേറ്റെടുപ്പ് നടന്നിട്ടുള്ളത്. എക്സ്പ്രസ് വേ ആണ്, എല്ലാ സ്ഥലത്തും സർവീസ് റോഡില്ല. അപ്പോൾ മണിക്കൂറിൽ 120 കിലോമീറ്റർ പെർ ഹവർ എന്ന വേഗതയിൽ വാഹനം ഓടിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇന്റർചേഞ്ച് കണ്ടില്ല നിങ്ങൾ എങ്ങനെയുണ്ട്? എന്നേക്കും നമ്മളെ നാട്ടിലും ഇതേപോലത്തെ ഒരു ഇന്റർചേഞ്ച് വരിക. ഇവർക്ക് പിന്നെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, വലിയൊരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ സ്ഥലമേറ്റെടുപ്പ് നടത്താൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ സ്ഥലമേറ്റെടുക്കുന്ന സമയത്ത് ആ ഒരു 3 ഇരട്ടി പൈസ മോഹവിലയാണ് എല്ലാ സ്ഥലത്തും ലാൻഡ് അക്വിസിഷൻ നടക്കുന്ന സമയത്ത് കൊടുക്കലിട്ടോ. അത് ഇന്നൊരു സംസ്ഥാനത്ത്, നമ്മളെ സംസ്ഥാനത്ത് സ്ഥലമേറ്റെടുക്കാനുള്ള ചെലവ് കൂടുതലാണ്. അതുകൊണ്ടാണ് പല പ്രോജക്റ്റുകളും തള്ളിപ്പോകുന്നത്. ഇതിപ്പോൾ പല സ്ഥലത്തും എക്സ്പ്രസ് വേ വരുന്നുണ്ട് എന്ന് പറഞ്ഞ ഒരു 5 കൊല്ലം കൊണ്ട് അത് എക്സ്പ്രസ് വേ ആയി മാറുന്നുണ്ട്. നമ്മളെ പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ ഇതുവരെ ആയി മാറിയിട്ടില്ല. നമ്മൾ അതിലോട്ട് പോകുന്നില്ല. നമ്മൾ നടക്കാനുള്ള കാര്യങ്ങളെ പറ്റി പറയേണ്ട, നടന്ന കാര്യങ്ങൾ ഇപ്പോൾ പറയാം. അപ്പൊ 12 മണിക്കൂറായിരുന്നു മീററ്റിൽ നിന്ന് പ്രയാഗ്രാജിലേക്ക് ഇതുവരെ എടുത്തിരുന്ന സമയത്ത് യാത്രാ സമയം. ആ ഒരു റൂട്ടാണ് വെറും 6 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റുന്ന രൂപത്തിൽ ഈ ഒരു ഗംഗ എക്സ്പ്രസ് വേ മാറ്റിയിരിക്കുന്നത്. 1800 രൂപയാണ്. അതായത് ഒരു കാറിന്, ചെറിയൊരു LMV വണ്ടിക്കാണ് 1800 രൂപ ടോൾ ചാർജ് കേട്ടോ. 12 മണിക്കൂറിൽ നിന്നാണ് 6 മണിക്കൂറിലേക്ക് മീററ്റ് ടു പ്രയാഗ്രാജിലേക്കുള്ള യാത്രാ സമയം മാറിയിരിക്കുന്നത്. ഇതിന്റെ ഇന്റർചേഞ്ചും കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. ഇതിൽ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഷാജഹാൻപൂരിൽ 3.5 കിലോമീറ്റർ നീളമുള്ള ഒരു റൺവേ ഉണ്ട് ഈ ഒരു എക്സ്പ്രസ് വേ. സൈനിക വിമാനങ്ങളൊക്കെ ഇറങ്ങാൻ പറ്റുന്ന, ഫൈറ്റർ ജെറ്റുകളും കാര്യങ്ങളൊക്കെ ഇറങ്ങാൻ പറ്റുന്ന ഒരു റൺവേ ഉണ്ട് ഈ ഒരു എക്സ്പ്രസ് വേയിൽ. അതാ ഞാൻ പറഞ്ഞത്, ഈ ഒരു ഹൈവേയിലൂടെ നമ്മൾ പൂർണ്ണമായിട്ടും സഞ്ചരിക്കണം. ലക്നൗ സൈഡിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഷാജഹാൻപൂരിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഹൈവേ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഗംഗ എക്സ്പ്രസ് വേ. എന്തായാലും ഇന്റർചേഞ്ച് ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കിങ്ങനെ ആ ഒരു എക്സിറ്റ് ആകുന്ന ആളുകൾക്കും ആ ഒരു സ്പീഡിൽ ഇങ്ങനെ കയറി പോകാം. ബ്ലോക്കിലൊന്നും പെടാതെ നമുക്ക് ഇഷ്ടമുള്ള റോട്ടിലേക്ക് നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റുന്നുണ്ട്. സ്ഥലം ഒഴിഞ്ഞെടുക്കണമൊക്കെയാണ്.
ഇത്രയും സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നതുകൊണ്ടാണ് ഇവിടൊക്കെ ഇത്ര അടിപൊളി റോഡുകളൊക്കെ വരുന്നത് കേട്ടോ. GCCയിലൊക്കെ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇതേപോലത്തെ റോഡുകൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ഇതേപോലത്തെ ഇന്റർചേഞ്ചുകളും ബട്ടർഫ്ലൈ ഇന്റർചേഞ്ചുകളും റാമ്പും കാര്യങ്ങളൊക്കെ. ഇപ്പൊ നമ്മുടെ രാജ്യത്താണ് ഇത്തരത്തിലുള്ള അടിപൊളി റോഡുകൾ വന്നിട്ടുള്ളത്. എല്ലാം നല്ല ടോൾ ഉണ്ട് കേട്ടോ. അതായത് മരണം വരെ ടോള് കൊടുക്കണം. പക്ഷെ റോഡുകൾ ഒന്നിനൊന്ന് മെച്ചമായിട്ടുണ്ട്. ഇതുപോലെ ഇനി നമ്മുടെ രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ ആയിട്ടുള്ള ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ, അതിന്റെ പണി കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ടോള് പിരിക്കാൻ പോകുന്ന റോഡ് അതായിരിക്കും. ഡൽഹി ടു മുംബൈ യാത്രാ ദൂരം പകുതിയായിട്ട് കുറയാൻ പോകട്ടോ. അത്രയും നല്ലൊരു റോഡാണ് ആ ഒരു റോഡ്. 1800 രൂപ ടോള് കൊടുത്ത് സഞ്ചരിക്കാവുന്ന പൈസക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാത മാത്രമല്ല ഈ ഒരു പാത വരുന്നോട് കൂടിയിട്ട് നിരവധി ആളുകൾക്കാണ് തൊഴിലവസരങ്ങൾ വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ 12 ക്ലസ്റ്ററുകൾ വരുന്നുണ്ട് ഇതിനോട് ചേർന്നിട്ട്. 3 ലക്ഷത്തിലധികം ആളുകൾക്ക് തൊഴിൽ ലഭിക്കും. അതേപോലെ കച്ചവടക്കാർക്കും കൃഷിക്കാർക്കും എല്ലാവർക്കും ഗുണം ചെയ്യുന്ന UPയിലെ ഒരു ജീവനാഡിയാണ് ഈ ഒരു ഗംഗ എക്സ്പ്രസ് വേ. ഈ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഗംഗ നദിയായിരുന്നു UPയിലെ ജീവനാഡി. പണ്ടത്തെ കാലം ഗംഗാ നദി ഇങ്ങനെ പരന്ന് കിടക്കല്ലേ. ഇന്ന് ആ ഒരു സ്ഥാനത്തേക്കാണ് ഈ ഒരു എക്സ്പ്രസ് വേ മാറിയിരിക്കുന്നത്. 21 ഇതുപോലത്തെ ഇന്റർചേഞ്ചുകളാണ് ഈ ഒരു എക്സ്പ്രസ് വേയിൽ വന്നിരിക്കുന്നത് കേട്ടോ. 2 വലിയ പാലങ്ങളുണ്ട്. 960 മീറ്റർ നീളമുള്ള ഗംഗ നദിക്ക് കുറുകെയുള്ള പാലവും രാം ഗംഗ നദിക്ക് കുറുകെ 720 മീറ്റർ നീളമുള്ള ഒരു പാലവും ഇതിൽ വന്നിട്ടുണ്ട്. BOT മാതൃകയിൽ ഇത്തരത്തിലൊരു അടിപൊളി ഹൈവേ നിർമ്മിച്ചത് കൊണ്ട് UP സർക്കാരിന് സ്ഥലം ഏറ്റെടുക്കുന്ന ചെലവ് മാത്രമേ ഉള്ളൂ. എന്തായാലും ആജീവാനന്ദ നമ്മുടെ നാഷണൽ ഹൈവേയിൽ പുതിയ നാഷണൽ ഹൈവേയിലേക്ക് ആജീവാനന്ദ ടോൾ പിരിക്കാനുള്ള ആ ഒരു പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് പിന്നെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. എന്നാലും സ്ഥലം ഏറ്റെടുക്കാനുള്ള പൈസ കൊടുക്കണമല്ലോ. ആ ഒരു സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള പണം ചെലവാക്കിയെന്നുണ്ടെങ്കിൽ BOT ഇതേപോലെ എന്തായാലും ടോൾ ആജീവാനന്ദ കൊടുക്കേണ്ടി വരും. അപ്പൊ ഇതേപോലത്തെ ഹൈവേ നിർമ്മിക്കാൻ പ്രൈവറ്റ് കമ്പനികളെ ഏൽപ്പിച്ചാൽ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു 300 കിലോമീറ്റർ നീളമുള്ള ഒരു ഇതേപോലത്തെ എക്സ്പ്രസ് വേ നിർമ്മിക്കാൻ കഴിവുള്ള ഇഷ്ടം പോലെ കമ്പനികളുണ്ട്. ടോള് ഓല് പിരിച്ചോളും. NHAക്ക് കീഴിലാണ് ടോൾ പിരിക്കലുണ്ടല്ലോ. അത് കമ്പനി സ്വന്തമല്ല ടോൾ പിരിക്കല്. എന്തായാലും നമുക്കും കാത്തിരിക്കാം ഇതേപോലത്തെ ഒരു എക്സ്പ്രസ് വേ നമ്മുടെ കേരളത്തിലും വരുന്നത്. പക്ഷെ എവിടെ വരാൻ, ഏത് റൂട്ടിൽ വരും? ഇപ്പോൾ 6 വരിയിലാണ് ഈ ഒരു ഹൈവേ നിർമ്മിച്ചിരിക്കുന്നത്. ഭാവിയിൽ 8 വരിയാക്കി നീട്ടാൻ പറ്റാവുന്ന രീതിയിലാണ് ഇതിന്റെ സ്ഥലമേറ്റെടുപ്പും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. അതേപോലത്തെ ഒരുപാട് നല്ല നല്ല പ്രോജക്റ്റുകൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം നമുക്ക് ഇതേപോലെ നമ്മുടെ ചാനലിലൂടെ എത്തിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്തോളി. അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ, ഗംഗ എക്സ്പ്രസ് വേ UPയുടെ മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെ ജീവനാഡി കൂടിയാണ് ഈ ഒരു ഗംഗ എക്സ്പ്രസ് വേ. 3 ലക്ഷം ആളുകൾക്കുള്ള തൊഴിൽ എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യം. സുഹൃത്തുക്കളെ, ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുക എന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്കേണ്ടി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പോകട്ടോ. അപ്പോൾ ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. എക്സ്പൈബ്സ് യു അഗൈൻ. ജയ് ഹിന്ദ്.